ഒരു 3 സ്റ്റെപ്പിൽ ഒരു കിടിലൻ ഫേഷ്യൽ ചെയ്യുക. തൈര് ഉപയോഗിച്ചിട്ട് 1 ടേബിൾ സ്പൂൺ തൈരിലേക്ക് 1 ടീസ്പൂണോളം കോഫി പൗഡർ കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത് ക്ലെൻസിങ് ആണ് കേട്ടോ. ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് യൂസ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കോഫി പൗഡർ നിങ്ങൾക്ക് ഏത് കോഫി പൗഡർ വേണമെങ്കിലും എടുക്കുക കേട്ടോ. ബ്രൂ കോഫി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഇല്ലയെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഏത് കോഫി പൗഡർ ഉപയോഗിച്ചിട്ടും ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് കോഫിയും തൈരും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കിട്ടണം. ഇൻസ്റ്റൻറ്റ് കോഫി ആണെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് നമ്മുടെ മുഖത്തേക്ക് 2 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കൽ നിർബന്ധമാണ്. 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് തന്നെ ചെയ്യണം. എന്നാൽ മാത്രമേ ക്ലെൻസിങ് എന്നുള്ള സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവൂ. അല്ലാണ്ട് ജസ്റ്റ് വാരി തേച്ച് തുടച്ചാൽ ഞാനൊന്നും ശരിയാവില്ല. അതുകൊണ്ട് 2 മിനിറ്റ് ഉറപ്പായിട്ടും നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം കഴുകിക്കളയുക. അതിനുശേഷം മുഖം ഒന്ന് നല്ലോണം തുടച്ചെടുക്കുക. ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിംഗ് ആണ്. സ്ക്രബിങ്ങിന് വേണ്ടിയിട്ട് ആ സെയിം പാത്രത്തിലേക്ക് തന്നെ 1 ടീസ്പൂണോളം പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ്. ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ തൈര്, കോഫി, വെളിച്ചെണ്ണ, പഞ്ചസാര ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പിനുള്ള സ്ക്രബിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. ഇതും കൂടി നമ്മുടെ ഫേസിലേക്ക് 2 മിനിറ്റ് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മളെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ഈ ഒരു സ്റ്റെപ്പിൻ്റെ കുറച്ച് മുന്നേ നിങ്ങൾ മുഖം ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി കൊള്ളിക്കുകയാണെങ്കിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. മുഖം പൊള്ളിപ്പോവൊന്നും ചെയ്യാണ്ട് ശ്രദ്ധിക്കുക. ഇതും 2 മിനിറ്റ് നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. മൂക്കിൻ്റെ ഭാഗത്തിൽ നന്നായിട്ട് മസാജ് ചെയ്യുക. അതിനുശേഷം ഇതും നമ്മളൊന്ന് കഴുകി തുടച്ചെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പായ സ്ക്രബിങ്ങും കഴിഞ്ഞ് ഇനി നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് ഒരു ഫേസ് പാക്ക് തയ്യാറാക്കലാണ്. അതിന് വേണ്ടത് കോഫിയാണ്. 1 ടീസ്പൂണോളം കോഫിയിലേക്ക് 1/2 ടീസ്പൂണോളം കസ്തൂരി മഞ്ഞൾ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾ എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കടലമാവ്, പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 1 ടീസ്പൂണോളം തൈര് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തേനാണ്. 1 ടീസ്പൂണോളം തേനും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക. തേന് നമ്മുടെ ഫേസ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി ആവുന്ന രീതിക്കുള്ള തൈര് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ തന്നെ ആഡ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി കിട്ടുന്ന രീതിക്ക് തൈര് ആഡ് ചെയ്യുക. നല്ല രീതിയിൽ തന്നെ ഇത് മിക്സായിട്ട് കിട്ടണം. പിന്നെ നമ്മുടെ ഈ കോഫീൻ്റെ കട്ടകളൊന്നും അവിടെ ഇവിടെ കിടക്കാൻ പാടില്ല. നല്ല രീതിയിൽ ഫേസ് പാക്ക് റെഡിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ ക്ലെൻസിങ്ങും സ്ക്രബിങ്ങും ഒക്കെ ചെയ്ത ഫേസിലേക്ക് ഇതും 2 മിനിറ്റ് മസാജ് ചെയ്ത് തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഫേഷ്യലാണ് കേട്ടോ ഇത്. ഒരു കേർഡ് കോഫി ഫേഷ്യൽ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല റിസൾട്ടാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും ചെയ്താൽ 1 മാസത്തിനുള്ളിൽ നല്ല അടിപൊളി ആയിട്ട് നമുക്കൊരു പെർമനൻറ്റ് ഗ്ലോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഫേസിൽ വെച്ചതിന് ശേഷം ഒരു 25 മിനിറ്റ് ഫേസിൽ വെക്കുക. അതിനുശേഷം മാത്രം കഴുകിക്കളയുക. സ്ക്രബിങ്ങും ക്ലെൻസിങ്ങും മാത്രമാണ് 2 മിനിറ്റ് മസാജ് ചെയ്ത ഉടനെ തന്നെ കഴുകിക്കളയേണ്ടത്. ഫേസ് പാക്ക് നമ്മൾ 25 മിനിറ്റ് ഫേസിൽ വെക്കണം. അതിനുശേഷം ഒന്നും കഴുകിക്കളയാന്നാണെങ്കിൽ ഒരു അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഫേസ് പാക്കാണ്. ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണ് ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.